അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ശരിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഫ്ലോപ്പി ഡിസ്കും ഇല്ല, സൈബർ കഫേകളൊന്നുമില്ല. ഏതാണ്ട് 20-25 കൊല്ലം ഇപ്പുറമുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അന്ന് ഈ 20-25 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ സംഗതികളൊന്നുമില്ല. ഒരുപാട് മാറ്റങ്ങൾ സുവർണ്ണകാലം ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംഗതി. അതായത് പറയുമ്പോൾ തന്നെ ഇനി വരാൻ പോകുന്ന കാലം എന്തായിരിക്കും? ഇതിലും വളരെ മനോഹരമായ ഒരു കാലമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നല്. മുമ്പത്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗതയേറിയ മാറ്റങ്ങളുടെ ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നു ആ മാറ്റങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ വേഗത്തിനൊപ്പം നമ്മൾ നടന്നെത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നിലാക്കപ്പെടുകയല്ല, ചില സമയങ്ങളിൽ നമ്മൾ മുക്കും കുത്തി വീണു പോകുന്നൊരവസ്ഥയാണ്. അപ്പം ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വേഗത കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പേടിയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചാൾസ് ഡാർവിൻ അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞത് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിമാനോ അല്ലെങ്കിൽ ശക്തിമാനോ അല്ല. ഒരു കാലത്തിൽ സർവൈവ് ചെയ്ത് പോകുന്നത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് ആ കാലത്ത് സർവൈവ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ക്ലോസ് ഷാബിന്റെ സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ വലിയ മത്സ്യങ്ങൾ, കുറച്ചുകൂടി വലിയ മത്സ്യങ്ങൾ എന്താണ്, ചെറിയ മത്സ്യങ്ങൾ വിഴുങ്ങായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേഗത ഏറിയ മത്സ്യം വേഗത കുറഞ്ഞ മത്സ്യത്തെ വിഴുങ്ങാണ് ചെയ്യാന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം വളരെ വേഗത്തിലാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിലാണ് ഈ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കറണ്ട് ബില്ല് നമ്മൾ എങ്ങനെ അടച്ചിരുന്നത്? അതായത് KCB ഓഫീസിൽ രാവിലെ മുതൽ ഉച്ച വരെ എന്ത് ചെയ്യണം, നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഒരു കറണ്ട് ബില്ല് അടച്ചിരുന്നത്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ബില്ല് അടക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡിക്ഷണറി, ഒരു അറിയാത്ത വാക്ക്, ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ അതിൽ അറിയാത്ത വാക്കിൻ്റെ ഒരു വേർഡ്, ആ ഒരു വേർഡിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. അതായത് വലിയ തടിച്ച ഒരു ഡിക്ഷണറി ഉണ്ടാവും രാമലിംഗ പിള്ളയുടെ. ഈ ഡിക്ഷണറിയിൽ ആൽഫബറ്റിക് ഓർഡറിൽ എന്താണ്, നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമുക്ക് അറിയാത്ത ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കുറേ കൂടി വളരെ എളുപ്പത്തിൽ അല്ലേ, നമുക്ക് പണ്ട് എന്താണ് ഒരുപാട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സച്ചിദാനന്ദൻ്റെ ഒരു കവിത ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം ആ കവിതയിൽ പറയുന്നത് പിക്കാസോ ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഫോട്ടോഷോപ്പ് കൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ പിക്കാസോന്റെ കാലത്ത് എന്തില്ല, ഫോട്ടോഷോപ്പ് ഇല്ല. അപ്പോൾ ഇന്ന് പണ്ട് ജീവിച്ചിരുന്ന ജീനിയസുകളായ ഒരുപാട് മനുഷ്യർ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറെ കൂടി എന്ത് ചെയ്യാണ്, ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ശരിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. M. മുകുന്ദൻ്റെ നൃത്തം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2000-ലോ മറ്റോ ആണ് ഈ നോവൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ നോവലിലെ തീം എന്ന് വെച്ചാൽ അതിൽ മെയിൻ ക്യാരക്ടർ ഉണ്ട്, TP ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മെയിൽ ID ഉണ്ടാക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മെയിൽ ID ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെയിൽ ID ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നുണ്ട്, എനിക്കിനി നല്ല സുഖമാണ്, എന്താണ് ലെറ്റർ അയക്കാം, പോസ്റ്റ് ഓഫീസ് വേണ്ട, പോസ്റ്റ്മാൻ വേണ്ട, അതും അപ്പം അയക്കുന്ന ലെറ്റർ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം അന്ന് സൈബർ കഫേകളാണ് ഉള്ളത്. അപ്പോൾ സൈബർ കഫേയിൽ ഇദ്ദേഹം അങ്ങനെ സൈബർ കഫേ ചെന്നിട്ട് വേണം എന്ത് ചെയ്യാണ്, ഈ ലെറ്റർ മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം സൈബർ കഫേ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇല്ലല്ലോ ഈ സൈബർ കഫേ. അപ്പോൾ വഴിയിലൊരു പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരനോട് ഇങ്ങനെ സൈബർ കഫേ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൈബർ കഫേ എവിടെ ചോദിക്കുമ്പോൾ പോലീസുകാരൻ എന്തില്ല, എന്താണ് സൈബർ കഫേ എന്ന് പോലും പോലീസുകാരൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം അങ്ങനെ അന്വേഷിച്ചിട്ട് സൈബർ കഫേയിൽ എത്തുമ്പോൾ അവിടെ വലിയൊരു ക്യൂ ആണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ കയ്യിൽ ഫ്ലോപ്പി ഡിസ്കും ഉണ്ട്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഫ്ലോപ്പി ഡിസ്കും ഇല്ല, സൈബർ കഫേകളൊന്നുമില്ല. ഏതാണ്ട് 20-25 കൊല്ലം ഇപ്പുറമുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അന്ന് ഈ 20-25 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ സംഗതികളൊന്നുമില്ല. ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അന്നുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാഞ്ഞു പോയി എന്നുള്ളതാണ്.
ഈ മുഹ്സിൻ ഹാമിദ് എക്സിറ്റ് വെസ്റ്റ് പുസ്തകമൊക്കെ എഴുതിയ മുഹ്സിൻ ഹാമിദിൻ്റെ ഒരു പിന്നെ കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പിന്നെ വരാൻ പോകുന്ന കാലമാണ് സുവർണകാലം എന്നാണ്. വെച്ചാൽ പൊതുവെ നമ്മൾ സുവർണകാലത്തെ കുറിച്ച് പറയാൻ എന്താണ്, ഏതോ കഴിഞ്ഞു പോയൊരു കാലം അല്ലെ. പണ്ടത്തെ കാലം ഭയങ്കര അന്നായിരുന്നു സുവർണകാലം, അന്നൊക്കെ ആയിരുന്നു കാലം എന്ന് പറയുന്ന രീതിയിലാണ് പൊതുവെ ആളുകൾ എന്ത് പറയാ, പണ്ടത്തെ ഏതോ ഒരു കാലമാണ് സുവർണകാലം എന്നാണ് പൊതുവെ മനുഷ്യന്മാർ പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന കാലമാണ് സുവർണകാലം എന്നാണ്. അപ്പോൾ സുവർണകാലം ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംഗതി. അതായത് പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നോളജി, ഒരുപാട് എളുപ്പങ്ങൾ, ഒരുപാട് എന്താ പറയുക സൗകര്യങ്ങൾ നമുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും സൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇനി വരാൻ പോകുന്ന കാലം എന്തായിരിക്കും, ഇതിലും വളരെ മനോഹരമായ ഒരു കാലമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നല്.